കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അതാർക്ക് കണക്കാക്കണമായിരുന്നോ? അത് ലോകഗുരു വിശ്വഗുരു അതേ ലോകത്തുള്ള കോടാനകോടി മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിന്റെ തുടിപ്പായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഭൂമി ലോകത്ത് അല്ലാഹു ബാക്കിയാക്കണമായിരുന്നു. ഇല്ല, അല്ലാഹുവിന്റെ ഹബീബ് ഈ ഭൂമി ലോകവും വിട്ട് മറ്റൊരു ലോകത്തേക്ക് വിട പറഞ്ഞു പോയി. പക്ഷേ ആ ഹബീബ് ലോകത്തുള്ള മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിലാണ്, ഖൽബിലാണ്, മനസ്സിലാണ്, ജീവിതത്തിലാണ്, അവരുടെ സർവ്വ അമാലുകളിലുമാണ്. അതല്ലേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു എവിടെയൊക്കെ അല്ലാഹുവിനെ പറയുന്നുണ്ടോ, അല്ലാഹുവിനെ പ്രശംസിക്കുന്നുണ്ടോ, പ്രകീർത്തിക്കുന്നുണ്ടോ, അവിടെയെല്ലാം ആരംഭപ്പൂവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിക്കുകയാണ്, പ്രകീർത്തിക്കാൻ പറയാൻ കൽപ്പിക്കുകയാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാറ്റി വെച്ച് ഒരു ദീനില്ല, ഒരു ഈമാനില്ല, ഒരു ഇസ്ലാമില്ല, ഒരു വിശ്വാസമില്ല, ഒരു അമല് വരെ അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല. എല്ലാത്തിലും ഹബീബിനെ വേണം. കാരണം ആ ഹബീബിലൂടെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ നമുക്ക് ആദേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെയാണ് നമുക്ക് ലഭിച്ചത്. ആ ഹബീബിലൂടെ തന്നെ അല്ലാഹുവിലേക്ക് എത്തണം. അൽ ഈമാനു ഇന്നൽ ഈമാന ലയഹ്രിസു ഇലൽ മദീന കമാ തഹ്രിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. ഈമാൻ മദീനയിലേക്ക് മടങ്ങുകയാണ്. ഏതൊരു മുഅ്മിനിന്റെ ഈമാനും അത് മദീനയിലേക്ക് മടങ്ങും. അത് മദീനയിലേക്ക് മടങ്ങുകയാണെന്ന് ചൊന്നത് മുത്തു മുഹമ്മദ് മുസ്തഫ. ഏതുപോലെ ഒരു പാമ്പ് ഒരു മാളത്തിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ അതേ മാളത്തിലേക്ക് തന്നെ പാമ്പ് തിരിച്ചു പോകുമെന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാനം, ശാസ്ത്രം, യാഥാർത്ഥ്യം. എങ്കിൽ റസൂലുള്ളാഹി പറയുന്നു, ഈമാനുള്ള മനുഷ്യന്റെ ഖൽബ് മദീനയിലേക്ക് തിരിയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഉൾക്കൊള്ളാൻ, പഠിക്കാൻ, അറിയാൻ, ജീവിതത്തിൽ പകർത്താൻ റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. അതല്ല ഖുത്ബയിൽ, രണ്ടാമത്തെ ഖുത്ബയിൽ ദിവസം എല്ലാ ആഴ്ചയും നിങ്ങൾ കേൾക്കുന്നു, കുല്ലുഹും യത്ലുബൂന റിളാഇ വഅന അത്ലുബു റിളാക യാ മുഹമ്മദി. എല്ലാവരും എന്റെ പൊരുത്തത്തിനെയാണ് തേടുന്നത്, എന്റെ റിള കിട്ടണമാണ് എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്, കാക്കുന്നത്. വഅന അത്ലുബു റിളാക യാ മുഹമ്മദ്. ഓ മുഹമ്മദ് നബിയേ, ഞാൻ തങ്ങളുടെ പൊരുത്തം കാക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. അതല്ലേ പല മഹ്ശറിൽ കോടാനകോടി ജനങ്ങൾ നട്ടോട്ടമോടുന്ന ഒരു സമയമുണ്ട്. ഓരോ നബിമാരുടെ ആദം നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ ആദം നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് പോകുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് പോകുന്നു. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന്റെ അനുയായികൾ മൂസാ നബിയെ തേടിക്കൊണ്ടുപോകുന്നു. പക്ഷെ അവരെല്ലാം പറയുന്നു, നമുക്കിപ്പോ അർഹതയില്ല, ഇതിന് നമുക്കിപ്പോ സമ്മതമില്ല. എല്ലാ നബിമാരും, ലക്ഷക്കണക്കിന് നബിമാരും, കോടിക്കണക്കിന് അനുയായികളും അവസാനം വന്നു വീഴുന്നു, യാ റസൂലല്ലാഹ്, നമുക്ക് നബിയെ തങ്ങൾ രക്ഷ നൽകണം നബിയെ. അപ്പോഴാണ് റസൂലുള്ളാഹി പറയുന്നത്, ഞാനാണ് അതിന് അർഹതപ്പെട്ടവനെ. എല്ലാ നബിമാരും അവിടുത്തെ ദുആകൾ ഈ ദുനിയാവിൽ ദുആ ചെയ്തു തീർത്തു. പക്ഷേ ഞാൻ എൻ്റെ ഉമ്മത്തിങ്ങൾക്ക് വേണ്ടി അത് വെച്ചിട്ടുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ മഹ്ശറിൽ വെച്ചുകൊണ്ട് നിലത്ത് സുജൂദിൽ വീഴുകയാണ്. എന്തിനു വേണ്ടിയാ? റസൂലുള്ളാഹിന്റെ രക്ഷയ്ക്ക് വേണ്ടിയല്ല, അവിടുത്തെ ഉമ്മത്തീങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. മുത്തുമുഅ്മിനീങ്ങളെ 50,000 വർഷം നീണ്ടു നിൽക്കുന്ന മഹ്ശറയാണ്.
ഹിസാബുണ്ട്, സിറാത്ത് പാലമുണ്ട്, കണക്കു ചോദ്യമുണ്ട്. അതിൽ നിന്നൊക്കെയും രക്ഷപ്പെടാൻ വേണ്ടി റസൂലുള്ള അതാ സുജൂദിൽ വീഴുന്നു. അല്ലാഹുവിന്റെ കൽപ്പന വരുന്നു, യർഫഅ റഅസക യാ മുഹമ്മദ്, മുഹമ്മദ് നബിയെ തങ്ങൾ തല ഉയർത്തണം. സൽതോ തവഷ്ഫഅതു ശഫൈ, എന്താണ് വേണ്ടത് ആവശ്യം പറയണം നബിയെ. തങ്ങളുടെ ശുപാർശ ഇപ്പോൾ സ്വീകരിക്കപ്പെടുകയാണ്, തങ്ങളുടെ രക്ഷമണ്ട് ഇപ്പോൾ സ്വീകരിക്കപ്പെടുകയാണ്. എന്താണ് നബിയെ തങ്ങൾക്ക് വേണ്ടത്? അപ്പോഴാണ് ശഫാഅത്തുൽ ഉദ്വ. ആ ശഫാഅത്തിന് വേണ്ടിയാണ് നാം ദുആ ചെയ്യുന്നത്. ഉർസുഖനാ ശഫാഅതഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹ് ഹബീബിന്റെ ശഫാഅത്ത് നമുക്ക് നൽകണേ. ആ ശഫാഅത്തിൽ അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൊണ്ടുമാറാവട്ടെ. മഖാമും മഹ്മൂദ് എന്നുള്ള വലിയൊരു പദവിയുണ്ട്. എല്ലാ നബിമാരും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്തുതിക്കുന്ന ഒരു സന്ദർഭം, ഒരു സമയം. ഓരോ നബിമാർക്കും ഓരോ മിമ്പറുണ്ട്, അതിൽ അവരിയ്ക്കുകയാണ്. പക്ഷേ അവസാനം റസൂലുള്ളാഹി അല്ലാഹു നിശ്ചയിച്ച മിമ്പറിൽ റസൂലുള്ളാഹി ഇരിക്കുന്നില്ല. എന്റെ ഉമ്മത്തീങ്ങൾ എവിടെയെങ്കിലും നഷ്ടത്തിലാണോ, കഷ്ടത്തിലാണോ, നരകത്തിൽ എടുത്ത് വീഴുന്നുണ്ടോ എന്ന് ഖേദിച്ചുകൊണ്ട് അവിടെ നിന്ന് നട്ടോട്ടമോടുകയാണ് മുത്തുമുഅ്മിനീങ്ങളെ. ആ സമയത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയുന്നു, യാ മുഹമ്മദ്, ഓ റസൂലേ നബിയേ, വലസൗഫ യുതീക റബ്ബുക ഫതർലാ. ദുനിയാവിൽ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ളുഹായിൽ തങ്ങളോട് അല്ലാഹുവിന്റെ ആജ്ഞാപനം, നബിയെ തങ്ങൾ ഈ ദുനിയാവിൽ ബേജാറാവണ്ട, ആഖിറത്തിൽ തരും. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇദൻ ലാ അർളാ വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ. എനിക്ക് പൊരുത്തമില്ല അല്ലാഹ്, എനിക്ക് എത്ര കിട്ടിയാലും എനിക്ക് തൃപ്തിയില്ല അല്ലാഹ്. വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ. എന്നിൽ വിശ്വസിച്ച എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു ആണ് പെണ്ണ് നരകത്തിലായാൽ എനിക്ക് ഇഷ്ടമില്ല അല്ലാഹ്, എനിക്ക് പൊരുത്തമില്ല അല്ലാഹ്. അത്തരാണ് ഉമ്മത്തിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട, ദുനിയാവിലും അധ്വാനിച്ച, നാളെ മഹ്ശറിൽ വരെ ഉമ്മത്തിങ്ങൾക്ക് വേണ്ടി നട്ടോട്ടമോടുന്ന ആരംഭപ്പൂവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനവുമായി അനുബന്ധിച്ച് 1500ാമത്തെ ജന്മദിനം ലോകം കൊണ്ടാടുമ്പോൾ മുത്തുമുഅ്മിനീങ്ങൾ അതിനു വേണ്ടിയുള്ള ഒരുക്കത്തിലായിരിക്കണം. ഞങ്ങൾ അതിനു വേണ്ടിയുള്ള ആവേശത്തോടു കൂടി ഹബീബിന്റെ മദ്ഹ് പറയണം, ഹബീബിനെ കുറിച്ച് ലോകം അറിയണം, ഹബീബിനെ കുറിച്ച് പാടണം, കേൾക്കണം, പ്രകീർത്തിക്കണം. അതാണ് നമ്മുടെ ഉദ്ദേശം. ആ ഹബീബിനെ എത്ര പറഞ്ഞാലും തീരില്ല. റബീഉൽ അവ്വൽ ഇൻഷാ അല്ലാഹ് അടുത്ത മാസം നമുക്ക് വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിനോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഖൽബിൽ തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ, നമ്മുടെ മക്കളുടെ ഖൽബിൽ തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഹബീബിന്റെ ശഫാഅത്തിൽ അല്ലാഹു നമ്മളെ എല്ലാവരും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.